ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. കുഞ്ഞുങ്ങളുണ്ടായില്ലെങ്കിൽ വേണ്ട. കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന് കരുതി നീ എന്റെ ഭാര്യയല്ലാതായി മാറുവോ? ഞാൻ നിന്റെ ഭർത്താവല്ലാതാകുന്നില്ലല്ലോ. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഗൗതം ഓരോന്ന് വെറുതെ പറയുക. ഞാൻ എത്രത്തോളം വേദനിക്കുന്നുണ്ടോ അതിന്റെ ഇരട്ടി വേദന ഗൗതമിന്റെ ഉള്ളിലുണ്ട്. അതിന്റെ തെളിവാണ് ഈ കണ്ണീര്. ഗൗതമിന്റെ മനസ്സെനിക്ക് നന്നായിട്ട് അറിയാം. കണ്ടില്ല, പിറക്കുന്നതിന് മുൻപേ സ്വന്തം മക്കളുടെ ചിത്രം വരപ്പിച്ചു വെച്ച ആളാ ഗൗതം. ഈ ജീവിതകാലം മുഴുവൻ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ഫോട്ടോയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ, അല്ലേ ഗൗതം? ഇത് കരയാതിരിക്കേ. ഇത്രയും കാലം നമുക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നല്ലോ എന്ന് വെച്ച് നമുക്കിടയിൽ സ്നേഹത്തിന് എന്തെങ്കിലും കുറവൊന്നായിരുന്നോ? സന്തോഷത്തിന് കുറവുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അതെന്തുകൊണ്ടാണെന്നറിയോ? നിന്റെ കുഞ്ഞായിട്ട് നീ എന്നെ സ്നേഹിച്ചതുകൊണ്ട്, എന്റെ കുഞ്ഞായിട്ട് ഞാൻ നിന്നെ ലാളിച്ചതുകൊണ്ട്. നമ്മൾ നമുക്കിടയിൽ ഒരു കുഞ്ഞിനെ കൂടി ആഗ്രഹിച്ചപ്പോ ദൈവത്തിനത് ഇഷ്ടപ്പെട്ട് കാണില്ല. ചിലപ്പോ ദൈവത്തിന് തോന്നിക്കാണും ഒരു കുഞ്ഞ് വന്നാൽ നമ്മുടെ സ്നേഹം കുറഞ്ഞു പോകുമെന്ന്. നമുക്ക് നമ്മുടെ സ്നേഹം മാത്രം മതി നിധി. നീ ഇങ്ങനെ കരയുന്നത് കാണുമ്പോഴെനിക്ക് സങ്കടം. എനിക്ക് വേറെ ഒന്നും വേണ്ട മോളെ. നിന്റെ കണ്ണീര് കാണാതിരുന്നാൽ മാത്രം മതി. നീ കരയാതിരുന്ന, നീ എന്നോട് ചിരിച്ചു വർത്താനം പറഞ്ഞ, അത് തന്നെ എനിക്കൊരു1000 കുഞ്ഞുങ്ങൾ പിറന്നതിന് സമാ. കരയല്ലേ, കരയല്ലേ.